യെസക്കിയേൽ 12-ാം അധ്യായം. പ്രവാസത്തിന്റെ പ്രതീകം. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ധിക്കാരികളുടെ ഭവനത്തിലാണ് നീ വസിക്കുന്നത്. അവർ കണ്ണുണ്ടായിട്ടും കാണുന്നില്ല, ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ല. എന്തെന്നാൽ അവർ ധിക്കാരികളുടെ ഭവനമാണ്. മനുഷ്യപുത്ര, പ്രവാസത്തിനു വേണ്ട ഭാണ്ഡം തയ്യാറാക്കി പകൽ സമയം അവർ കാണെ തന്നെ പുറപ്പെടുക. പ്രവാസിയെപ്പോലെ സ്വന്തം സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് അവർ നോക്കി നിൽക്കെ തന്നെ നീ പോകണം. ധിക്കാരികളുടെ ഭവനമാണെങ്കിലും ഒരുപക്ഷെ അവർ കാര്യം മനസ്സിലാക്കിയേക്കും. നിന്റെ ഭാണ്ഡം പ്രവാസത്തിനുള്ള ഭാണ്ഡമെന്ന പോലെ പകൽ സമയം അവർ കാണെ നീ പുറത്തേക്ക് കൊണ്ടുവരണം. പ്രവാസത്തിന് പോകുന്നവരെ പോലെ നീ സായങ്കാലത്ത് അവർ നോക്കി നിൽക്കെ പുറപ്പെടണം. അവർ കാണെ ഭിത്തിയിൽ ഒരു ദ്വാരമുണ്ടാക്കി അതിലെ കടന്നു പോകണം. അവർ നോക്കി നിൽക്കെ തന്നെ നീ ഭാണ്ഡം തോളിലേറ്റി ഇരുട്ടത്ത് പുറത്തു കിടക്കുക. നിലം കാണാതിരിക്കാൻ നീ മുഖം മൂടിയിരിക്കണം. എന്തെന്നാൽ നിന്നെ ഞാൻ ഇസ്രായേൽ ഭവനത്തിന് ഒരടയാളമാക്കിയിരിക്കുന്നു. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു. പ്രവാസത്തിനുള്ള ഭാണ്ഡമെന്ന പോലെ എൻ്റെ ഭാണ്ഡം പകൽ സമയത്ത് ഞാൻ പുറത്തു കൊണ്ടുവന്നു. സായങ്കാലത്ത് എൻ്റെ കൈകൊണ്ട് തന്നെ ഭിത്തി തുരന്ന് ഭാണ്ഡം തോളിലേറ്റി അവർ കാണെ തന്നെ ഇരുട്ടത്ത് ഞാൻ പുറപ്പെട്ടു. പ്രഭാതത്തിൽ കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനം, ധിക്കാരികളുടെ ആ ഭവനം നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചില്ലേ? നീ അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ അരുളപ്പാട് ജെറുസലേമിലെ രാജാവിനെയും അവിടെയുള്ള ഇസ്രായേൽ ഭവനം മുഴുവനെയും കുറിച്ചുള്ളതാണ്. നീ അവർക്ക് ഒരടയാളമാണ്. നീ ഈ ചെയ്തതുപോലെ അവർക്കും സംഭവിക്കും. പ്രവാസത്തിനും അടിമത്തത്തിനും അവർ വിധേയരാകും എന്ന് അവരോട് പറയുക. അവരുടെ രാജാവ് തൻ്റെ ഭാണ്ഡം തോളിലേറ്റി ഇരുട്ടത്ത് പുറപ്പെടും. അവൻ ഭിത്തി തുരന്ന് അതിലൂടെ കടന്നു പോകും. നിലം കാണാതിരിക്കാൻ അവൻ മുഖം മറച്ചിരിക്കും. എൻ്റെ വല ഞാൻ അവൻ്റെ മേൽ വീശും. അവൻ എൻ്റെ കെണിയിൽ പെടും. കൽദായരുടെ ദേശമായ ബാബിലോണിലേക്ക് ഞാൻ അവനെ കൊണ്ടുപോകും. അവൻ അത് കാണുകയില്ല. അവിടെ വെച്ച് അവൻ മരിക്കും. അവന് ചുറ്റുമുള്ളവരെയെല്ലാം, അവൻ്റെ സഹായകരെയും സൈന്യത്തെയും 4 ദിക്കുകളിലേക്കും ഞാൻ ചിതറിക്കും. ഊരിയ വാളുമായി ഞാൻ അവരെ പിന്തുടരും. ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ അവരെ ഞാൻ ചിതറിക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് അവർ അറിയും. തങ്ങൾ എത്തിച്ചേരുന്നിടത്തെ ജനതകളുടെ ഇടയിൽ സ്വന്തം മ്ലേച്ഛതകൾ ഏറ്റുപറയാൻ വേണ്ടി വാളിൽ നിന്നും ക്ഷാമത്തിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും അവരിൽ കുറച്ചുപേർ രക്ഷപ്പെടാൻ ഞാൻ ഇടയാക്കും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, വിറയലോടെ അപ്പം ഭക്ഷിക്കുകയും ഭയത്തോടും ഉത്കണ്ഠയോടും കൂടെ വെള്ളം കുടിക്കുകയും ചെയ്യുക. ആ ദേശത്ത് വസിക്കുന്നവരോട് പറയുക, ഇസ്രായേലിൽ ജെറുസലേമിൽ പാർക്കുന്നവരെപ്പറ്റി ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ വിറയലോടെ അപ്പം ഭക്ഷിക്കും, സംഭ്രമത്തോടെ വെള്ളം കുടിക്കും. എന്തെന്നാൽ അവിടെ വസിക്കുന്നവരുടെ അക്രമം നിമിത്തം അവരുടെ നാട്ടിൽ നിന്ന് എല്ലാം അപഹരിക്കപ്പെടും. ജനനിമിടമായ നഗരങ്ങൾ ശൂന്യമാക്കപ്പെടും. ദേശം നിർജ്ജനമായി തീരും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും. പ്രവചനം നിറവേറും. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, നാളുകൾ നീളുന്നു, ദർശനം നിറവേറുന്നില്ല എന്ന് ഇസ്രായേലിൽ നിലവിലിരിക്കുന്ന പഴമൊഴിയുടെ അർത്ഥമെന്താണ്? അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഈ പഴമൊഴിക്ക് വിരാമമിടും. ഇനി അത് ഇസ്രായേലിൽ പഴമൊഴിയായിരിക്കുകയില്ല. എന്തെന്നാൽ സമയമായി,
എല്ലാ ദർശനങ്ങളും പൂർത്തിയാകാൻ പോകുന്നു എന്ന് അവരോട് പറയുക. ഇസ്രായേൽ ഭവനത്തിൽ ഇനി വ്യർത്ഥ ദർശനങ്ങളോ മുഖസ്തുതിക്കു വേണ്ടിയുള്ള വ്യാജ പ്രവചനങ്ങളോ ഉണ്ടാവുകയില്ല. കർത്താവായ ഞാൻ പറയുന്നവ നിറവേറ്റുകയും ചെയ്യും. താമസമുണ്ടാവുകയില്ല. ധിക്കാരികളുടെ ഭവനമേ, നിങ്ങളുടെ നാളിൽ തന്നെ ഞാൻ സംസാരിക്കുകയും അത് നിറവേറ്റുകയും ചെയ്യുമെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് എന്നോട് വീണ്ടും അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനം പറയുന്നു, ഇവന്റെ ദർശനങ്ങൾ അടുത്തെങ്ങും സംഭവിക്കാത്തവയും ഇവന്റെ പ്രവചനങ്ങൾ വിദൂര ഭാവിയെക്കുറിച്ചുള്ളവയുമാണ്. ആകയാൽ നീ അവരോട് പറയുക, ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇനി ഒട്ടും വിളംബം സംഭവിക്കുകയില്ല, അവ നിറവേറ്റുക തന്നെ ചെയ്യും എന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു.